പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം തന്ന എല്ലാ അവസരത്തിനായി നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മൾ പലപ്പോഴും ചില പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് നമുക്ക് അങ്ങ് ആകെ വ്യാകുലതയാണ്. പെട്ടെന്നുണ്ടാകുന്ന രോഗം, പെട്ടെന്നുണ്ടാകുന്ന ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പെട്ടെന്നുണ്ടാകുന്ന ചില മാനസിക വിഷമങ്ങൾ, ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് നമ്മൾ വ്യാകുലപ്പെട്ടു പോകും. അതിൻ്റെ കൂടെ മറ്റുള്ളവർ നമ്മളെ കളിയാക്കിയുള്ള ചില വാക്കുകളൊക്കെ നമുക്കറിയാം. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: അങ്ങനെ ദാരിയവേസ് രാജാവ് രേഖയും വിരോധന കൽപ്പനയും എഴുതിച്ചു. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ ദിവസവും 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. ദാനിയേൽ ദൈവത്തിൻ്റെ പുരുഷനായിരുന്നു, ദൈവത്തിൻ്റെ മകനായിരുന്നു. എന്നാൽ ദാനിയേൽ ദൈവത്തെ മാത്രം, ജീവനുള്ള ദൈവത്തെ മാത്രമാണ് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നത്. അത് കണ്ട് അസൂയ പൂണ്ട ഒരു കൂട്ടം ആളുകൾ ദാരിയവേസ് രാജാവിനെ കൊണ്ട് നിർബന്ധിച്ച് ചില രേഖകൾ എഴുതിപ്പിച്ചു. അത് ദാനിയേലിന് വിരോധമായുള്ള രേഖയായിരുന്നു. എന്നാൽ രാജാവ് തനിക്കെതിരായി രേഖ എഴുതിയിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ, പ്രതികൂലമായ ഒരു സാഹചര്യം തൻ്റെ നേരെ വരുന്നു എന്ന് കേട്ടപ്പോൾ, ശത്രു തനിക്കെതിരായിട്ട് വലിയൊരു കുഴി കുഴിച്ചിട്ട് ആ കുഴിയിലേക്ക് തന്നെ തള്ളിയിടാൻ ശ്രമിക്കുന്നു എന്ന് കേട്ടപ്പോൾ, ഒരു കൂട്ടം ആളുകൾ തന്നെ ആക്രമിക്കാൻ വരുന്നു എന്ന് കേട്ടപ്പോൾ ദാനിയേൽ എന്താ ചെയ്തത്? അതാ ഇവിടുത്തെ നമ്മുടെ വിഷയം. നമ്മുടെ ജീവിതത്തിലും ചില പ്രതികൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ, മുൻപിൽ ചെങ്കടൽ കാണുമ്പോൾ, തളർന്നു പോകത്തക്ക നിലയിൽ ചില സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ വരുമ്പോൾ, ദൈവവേദനയെ ഞാനും നിങ്ങളും എന്താ ചെയ്യേണ്ടത്? ദാനിയേൽ ചെയ്തത്, രേഖ എഴുതിയിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ അവൻ പോയി എന്നും ചെയ്തു വരാറുള്ളത് പോലെ 3 പ്രാവശ്യം അവന്റെ മുറിക്കകത്തിരുന്നു കൊണ്ട് അവൻ ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. നമ്മൾ സ്ഥിരമായി ദൈവത്തിന്റെ സന്നിധിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഏത് പ്രതികൂലം വന്നാലും അതിനെ കണ്ട് പേടിക്കുകയല്ല. നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന പ്രാർത്ഥനയും ആരാധനയും പാട്ടും ഒക്കെ എന്ത് ചെയ്യണം? നാം തുടർന്നു കൊണ്ടേയിരിക്കണം. നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ദൈർഘ്യം കൂട്ടണം. നമ്മൾ ആരാധിക്കുന്ന ആരാധനയുടെ ശക്തി വർദ്ധിപ്പിക്കണം. നമ്മൾ ഉപവാസത്തിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ പ്രതികൂലത്തെ അതിജീവിപ്പാൻ കഴിയുകയുള്ളൂ. ദാനിയേൽ മറ്റാരുടെയും അടുത്ത് ആശ്രയത്തിനായി പോയില്ല. എന്നാൽ ദാനിയേൽ ചെയ്തതോ, താൻ മുട്ടിന്മേൽ ഇരുന്ന് ദിവസവും ചെയ്തു പോകുന്ന പോലെ താൻ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അത് ദാനിയേൽ അനുഗ്രഹമായി എന്ന് അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. സിംഹത്തിന്റെ ഗുഹയിലേക്ക് ദാനിയേലിനെ വലിച്ചെറിഞ്ഞെങ്കിലും സിംഹത്തിന്റെ വായടച്ച് ദാനിയേലിനെ വിടുവിച്ചതുപോലെ ഇന്ന് പകൽക്കാലം പ്രാർത്ഥനാ മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവവൈതലെ, പ്രതികൂലങ്ങളെ കണ്ട് നീ പിറകോട്ട് പോകുകയല്ല, പ്രതികൂലങ്ങളെ കണ്ട് മുൻപോട്ട് പോകുക. നിന്റെ പ്രാർത്ഥന കൂടട്ടെ, ഉപവാസം കൂടട്ടെ, ആരാധന കൂടട്ടെ, ദൈവവിശ്വാസം വർദ്ധിക്കട്ടെ, ദൈവത്തോട് പറ്റിച്ചേരുക, ദൈവകൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുക. പ്രതികൂലങ്ങൾ മാറും. ദാനിയേലിനെ പോലെ പ്രതികൂലങ്ങളെ കണ്ട് ധൈര്യത്തോടെ നിന്ന് എന്നും ചെയ്തു വരാറുള്ള പ്രാർത്ഥന മുടങ്ങാതെ ചെയ്താൽ ഒരു സിംഹവും നമ്മെ തൊടത്തില്ല, ഒരു രേഖയും നമുക്കെതിരായി വരികയില്ല. ആ രേഖകളെ മാറ്റിമറിച്ച ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി മനുഷ്യരെഴുതിയ, ലോകമെഴുതിയ, നിങ്ങളുടെ വീട്ടുകാരെഴുതിയ, നിങ്ങളുടെ സ്വന്തക്കാരെഴുതിയ, നിങ്ങൾ അധികമായി സ്നേഹിച്ചവർ നിങ്ങൾക്കെതിരായി എഴുതിയ സകല രേഖയും ദൈവം മാറ്റിമറിക്കാൻ പോകുന്നു. കർത്താവിൽ വിശ്വസിക്കുക, ദൈവത്തോട് പറ്റിച്ചേരുക. ദൈവം നിങ്ങളെ എല്ലാ പ്രയാസങ്ങളും ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളെ വിടുവിക്കും എന്ന് ഓർപ്പിക്കുന്നു. ഈ വചനം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ഈ വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.